ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സെമ്മിലെ ബ്രിട്ടീഷ് ഹിസ്റ്ററി യൂണിറ്റ് 2 റോമൻ കോൺക്വസ്റ്റ് ആണ് കേട്ടോ. യൂണിറ്റാണ് ഇന്ന് ചെയ്യണേ. ഇതിൽ പറയുന്നത് എന്താണ്? റോമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ ഹാസ് ബീൻ കൺസിഡർഡ് വൺ ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടൻ റോമൻസ് കോൺകർ ചെയ്യുന്നതാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. 43 AD ഇവർ ബ്രിട്ടൻ കോൺകർ ചെയ്യുന്നത്. 43 Roman Emperor Claudius decided to lead a military expedition to Britain. ബ്രിട്ടനിലേക്ക് ഒരു മിലിറ്ററി എക്സ്പെഡീഷൻ നടത്താൻ, ഒരു മിലിറ്ററി അറ്റാക്ക് നടത്താനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വെൽ എക്യുപ്ഡ് ആർമിയൊക്കെ ആയിട്ട് ക്ലോഡിയസ് ഫ്രാൻസ് വഴി എവിടേക്ക് എത്തുകയാണ്? ബ്രിട്ടനിലേക്ക് എത്തുകയാണ്. ആൻഡ് ദ ബ്രിട്ടീഷ് ട്രൈബ്സ് ദാറ്റ് ഒപ്പോസ്ഡ് റോമൻ ഓക്യുപ്പേഷൻ യുണൈറ്റഡ് അണ്ടർ ദ ചീഫ്റ്റൻ കെറാക്ടാക്കസ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ട്രൈബ്സ് അവർ ഈ ക്ലോഡിയസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യുണൈറ്റ് ചെയ്യുന്നു. ദോ ഹിസ് ആർമി വാസ് നോ മാച്ച് ഫോർ ദ റോമൻസ്, ഹി ഫോർട്ട് ബ്രേവ്ലി നിയർ ദി തെയിംസ് ഇൻ ദ ബാറ്റിൽ ഓഫ് മെഡ്വേ. അപ്പോൾ ഇവരുടെ റോമൻസിൻ്റെ ആർമിയുമായിട്ട് ഒരിക്കലും മാച്ച് ചെയ്യാത്തതാണ് ഈ ട്രൈബ്സിൻ്റെ ആർമി. എന്നിരുന്നാലും അവർ ബ്രേവായിട്ട് തന്നെ നല്ല ധൈര്യത്തോടെ ധീരതയോടെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോർട്ട് ചെയ്തു. പക്ഷെ അവരോട് ചെറുത്ത് നിൽക്കാനായില്ല. ഷോർട്ട്ലി ആഫ്റ്റർ ദിസ് ഡെസ്പറേറ്റ് ബാറ്റിൽ കെറാക്ടാക്കസ് സറണ്ടർഡ് ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് കൺട്രോൾ ഓഫ് എ ലാർജ് റീജിയൻ സൗത്ത് ഓഫ് തെയിംസ് ടു ദി റോമൻസ്. അപ്പോൾ അങ്ങനെ പരാജയം സമ്മതിച്ചു. ട്രൈബൽ ലീഡർ അവരുടെ കൺട്രോളിലുണ്ടായിരുന്ന, അതായത് തെയിംസ് റിവറിൻ്റെ സദേൺ പാർട്ട് മുഴുവനായിട്ടും റോമൻസിന് വിട്ടു നൽകുകയാണ്. അങ്ങനെ അവർ അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗ്രാജുവലി അവർ ബ്രിട്ടൻ്റെ മുഴുവൻ കൺട്രോളും അവരുടെ കയ്യിലാവുകയാണ്. ആൻഡ് ദ ഫൈനൽ റെസിസ്റ്റൻസ് ഓഫ് കെറാക്ടാക്കസ് വാസ് 7 years ആഫ്റ്റർ മെഡ്വേ ഇൻ 15 AD. ബട്ട് ദിസ് വാസ് ഓൾസോ ക്രഷ്ഡ് ബൈ ദ റോമൻ ആർമി. പക്ഷേ എന്നിട്ടും ഈ ഒരു ട്രൈബൽ ലീഡർ അവരുടെ ഒരു ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ചില്ല. വീണ്ടും കുറച്ച് 7 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ റോമൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും റോമൻസ് പരാജയപ്പെടുത്തി. Romans faced serious resistance from the indigenous Celtic people of Britain. അപ്പോൾ ഇവരെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കെൽട്ടിക് പീപ്പിളിൽ നിന്നും റോമൻസിന് ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദ റെബല്യൻ ഓഫ് ബോഡിക്ക അഗെയിൻസ്റ്റ് റോമൻ റൂൾ വാസ് വൺ ഓഫ് റിമാർക്കബിൾ ഇവൻറ്റ്സ് ഇൻ ദ annals ഓഫ് ബ്രിട്ടീഷ് ഹിസ്റ്ററി. റെബല്യൻ ഓഫ് ബോഡിക്ക എഗെയിൻസ്റ്റ് റോമൻ റൂൾ. ഈ കെൽട്ടിക് റൂളറായിട്ടുള്ള ബോഡിക്ക റോമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ആ ഒരു റെബല്യനാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ മറ്റൊരു റിമാർക്കബിൾ ഇവൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ബോഡിക്ക വാസ് എ ബ്രേവ് കെൽട്ടിക് ക്വീൻ ഓഫ് ഐസിൻ. വളരെയധികം ധൈര്യമുള്ള, നമ്മുടെ ഇവിടെയൊക്കെ ഝാൻസി റാണിയൊക്കെ പോലുള്ള ഒരു ബ്രേവ് ക്വീനാണ് ഈ ബോഡിക്ക. 10 years after the final defeat of Caractacus in 16 AD, a massive rebellion was launched by Boudica, who along with her daughters were badly abused by Roman soldiers. അപ്പോൾ ഈ കെറാക്ടാക്കസും ഒപ്പം ബോഡിക്കയും ചേർന്ന ഒരു മാസീവ് റെബല്യൻ തന്നെ റോമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തി. പക്ഷേ ബോഡിക്കയുടെ 2 ഡോട്ടേഴ്സിനെയൊക്കെ വളരെ ക്രൂരമായിട്ട് അബ്യൂസ് ചെയ്തു റോമൻ സോൾജേഴ്സ്. ആൻഡ് ഷീ ഇൻസ്പയർഡ് എൻറ്റയർ ബ്രിട്ടൻസ് ടു റിബൽ against Roman rule and collected a good army. ബോഡിക്ക റോമൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശക്തമായിട്ട് തന്നെ പോരാടി. ആൻഡ് ഹർ ആർമി അറ്റാക്ട് സെവറൽ റോമൻ ടൗൺസ് ആൻഡ് കിൽ തൗസൻഡ്സ് ഓഫ് റോമൻ ലോയലിസ്റ്റ്. ഒരുപാട് റോമൻ ടൗൺസും റോമൻ ലോയലിസ്റ്റിനെയൊക്കെ കീഴ്പ്പെടുത്താനും കൊല്ലാനും ഒക്കെ ഈ ഒരു രാജ്ഞിക്ക് കഴിഞ്ഞു. റോമൻ റൈറ്റർ കാഷ്യസ് ഡിയോ സ്പീക്സ് ഓഫ് ദി ഹീറോയിക് ഡീഡ്സ് ഓഫ് ബോഡിക്ക.
Two cities were sacked, 80,000 Romans and of their allies perished, and the island was lost to Rome. അപ്പോൾ ബോഡിക്കയുടെ ഈ ഒരു ഹീറോയിക് ഡീഡ്സിനെ കുറിച്ച് റോമൻ റൈറ്ററായ കേഷ്യസ് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ബട്ട് സ്യൂട്ടോണിയസ് ദ റോമൻ ഗവർണർ സിവിയർലി സപ്രസ് ദ റെബല്യൻ ഓഫ് ബോഡിക്ക. അങ്ങനെ ബോഡിക്കയുടെ ഈ റെബല്യനെ റോമൻ ഗവർണർ സപ്രസ് ചെയ്യുന്നു. ആൻഡ് ദ ആർമി ഓഫ് ബോഡിക്ക വാസ് കംപ്ലീറ്റ്ലി റൂട്ടഡ് ആൻഡ് സ്ലോട്ടഡ്. വിത്ത് ഹിസ് ഹാർഷ് മെഷേഴ്സ് എൻഡഡ് ഓൾ ദ ത്രെറ്റ് അഗെയിൻസ്റ്റ് റോമൻ റൂൾ. അങ്ങനെ ബോഡിക്കയെ പരാജയപ്പെടുത്തിയതോടെ റോമൻസിന് ബ്രിട്ടനിലുള്ള ആ ഒരു ഇവരായിരുന്നു അവരെ ശക്തമായിട്ട് എതിർത്തിരുന്നത്. അവരെ പരാജയപ്പെടുത്തിയതോടെ പിന്നെ റോമൻസിന് മറ്റ് ശത്രുക്കൾ അവിടെ ഇല്ലാതെയായി. ആൻഡ് സബ്സിക്വൻ്റ്ലി അഗ്രിക്കോള ബിക്കം ദ ഗവർണർ ഓഫ് ബ്രിട്ടൻ ആൻഡ് ഹി ഇംപ്ലിമെൻറ്റഡ് മെനി റിഫോംസ് ടു റോമനൈസ് ദി ബ്രിട്ടൻസ്. അങ്ങനെ അഗ്രിക്കോള അവിടുത്തെ ഗവർണറായി. അദ്ദേഹം ഒരുപാട് റിഫോംസ് കുറേയൊക്കെ റോമനൈസ് ചെയ്യാൻ, ബ്രിട്ടൻസിനെ റോമനൈസ് ചെയ്യാനായിട്ട്, റോമൻസിൻ്റെ ആ കൾച്ചറും രീതികളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഈ ബ്രിട്ടൻസിനെ പ്രേരിപ്പിച്ചു. ഇനി അടുത്തത് റൊമാനോ ബ്രിട്ടീഷ് കൾച്ചർ, അതായത് റോമനൈസേഷൻ ഓഫ് ദ ബ്രിട്ടൻസ്. റോമൻ റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടൻ ആഫ്റ്റർ ദി കോൺക്വസ്റ്റ്. അപ്പോൾ ഈ ഒരു കോൺക്വസ്റ്റിന് ശേഷം റോമൻ റൂൾ ബ്രിട്ടനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് അവിടെ ഉണ്ടാവുന്നു. ദേ ഹാഡ് പുട്ട് സിസ്റ്റമാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അവിടെ ഒരു ശക്തമായിട്ടുള്ള ഭരണ സമ്പ്രദായം അവർ കൊണ്ടുവരുന്നു. ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ദ റീജിയൻ വാസ് ബ്രോട്ട് എബൌട്ട് ബൈ അഗ്രിക്കോള. അഗ്രിക്കോളയാണ് അവിടുത്തെ ഗവർണറായിരുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ്റെ മുഴുവനും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരുന്നു. ആൻഡ് ഹി ബിക്കം ദ ഗവർണർ ഓഫ് ബ്രിട്ടൻ ഇൻ 1770 CE. അപ്പോൾ ബ്രിട്ടൻ്റെ ഗവർണറായി. ആൻഡ് ഹി വാസ് വൺ ഓഫ് ദി ബ്രിട്ടൻസ് മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് കോമ്പിറ്റൻറ്റ് ഗവർണേഴ്സ്. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗവർണറും കൂടിയായിരുന്നു ഈ അഗ്രിക്കോള. ആൻഡ് ഇനീഷ്യലി അഗ്രിക്കോള ഗേവ് പ്രൈം ഇമ്പോർട്ടൻസ് ടു കംപ്ലീറ്റിംഗ് ദ ഇൻവേഷൻ. അപ്പോൾ എന്നിരുന്നാലും അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ ഇൻവേഷനായിരുന്നു. വീണ്ടും വീണ്ടും കുറേ അധികം രാജ്യങ്ങൾ കീഴടക്കുക എന്നുള്ളതായിരുന്നു അഗ്രിക്കോളയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഹി കണ്ടക്റ്റഡ് ആൻ എക്സ്പെഡിഷൻ ടു വെയിൽസ് ആൻഡ് അറ്റ് ലാസ്റ്റ് ബ്രോട്ട് ദ ഹോൾ ഓഫ് വെയിൽസ് അണ്ടർ റോമൻ കൺട്രോൾ. അപ്പോൾ ഇതിന് ശേഷം വെയിൽസ് അറ്റാക്ക് ചെയ്തു, അത് മുഴുവനായിട്ടും കോൺകർ ചെയ്തു. ദെൻ ഹി കോൺകർഡ് എംഗ്ലസി, ബ്രിഗേൻറ്റസ് ഇൻ നോർത്തേൺ ഇംഗ്ലണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹം കോൺകർ ചെയ്തു. ആൻഡ് ഹി എസ്റ്റാബ്ലിഷ് മെനി ന്യൂ ഫോർട്ട്സ് ടു കീപ് ദി കോൺകർഡ് റീജിയൻ സേഫ് ആൻഡ് സെക്യൂർ. അപ്പോൾ ഇദ്ദേഹം കീഴടക്കിയിട്ടുള്ള സ്ഥലങ്ങളും രാജ്യങ്ങളും ഒക്കെ സെക്യൂർ ആക്കാനായിട്ട്, സേഫ് ആക്കാനായിട്ട് അവിടെയൊക്കെ കോട്ടകളും പണിതു. പിന്നെ ഒരുപാട് പോളിസീസ്, ഒരുപാട് മാറ്റങ്ങൾ ആ കോൺകർ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു. ഹി ലോവേർഡ് ദി പ്രൈസസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങളുടെ വില കുറയ്ക്കുക, ടാക്സ് പോളിസീസ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സാധാരണക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹി ബിലീവ്ഡ് ഇൻ എക്സ്റ്റെൻഡിങ് ദ കൺസെപ്റ്റ് ഓഫ് പാക്സ് റൊമാന ഓർ റോമൻ പീസ് എന്ന് വെച്ചാൽ വിച്ച് വാസ് എ പീസ് ഇമ്പോസ്ഡ് ബൈ ദ എംപയർ വിത്ത് ദ യൂസ് ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് സമാധാനം കൊണ്ടുവരിക, അതിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ഈ അഗ്രിക്കോള. അപ്പോൾ സമാധാനം കൊണ്ടുവരണമെങ്കിൽ ആർമി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കണം എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. ആൻഡ് ഹി ട്രൈ ടു മേക്ക് എ പീസ് മോർ അപ്പീലിംഗ് പ്രോസ്പെക്ട് ദാൻ വാർഫെയർ. പക്ഷേ യുദ്ധത്തിനല്ല അദ്ദേഹം, അങ്ങനെ ഒരു ഉദ്ദേശമല്ല, പക്ഷേ ഫോഴ്സ് ചെയ്ത് സമാധാനം കൊണ്ടുവരിക എന്നുള്ളതിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആൻഡ് ബ്രിട്ടൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടനിൽ സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. അഗ്രിക്കോള ബിക്കം എ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദ ചിൽഡ്രൻ ഓഫ് ബ്രിട്ടീഷ് ലീഡേഴ്സ് ടു ഇൻ്റഗ്രേറ്റ് ദം ഇൻ ടു റോമൻ എംപയർ. അങ്ങനെ അവിടെയുള്ള കുട്ടികളെ, ബ്രിട്ടീഷ് ലീഡേഴ്സിൻ്റെ പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് കുറേ പുതിയ പുതിയ പോളിസീസൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഹിസ് എഫേർട്സ് അറ്റ് റോമനൈസേഷൻ വാസ് സക്സസ്ഫുൾ. അങ്ങനെ റോമനൈസേഷൻ ബ്രിട്ടനിൽ നടത്തുക എന്നുള്ളതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യാണ്. ദ നേറ്റീവ് സ്റ്റാർട്ടഡ് വെയറിങ് റോമൻ ഗാബ് ആൻഡ് ഈവൻ സ്പീക്കിംഗ് ലാറ്റിൻ. അവർ
ബ്രിട്ടനിലുള്ള നേറ്റീവ്സ് ഉണ്ടല്ലോ, അവർ റോമൻ സ്റ്റൈലിലുള്ള ഡ്രസ്സ് ധരിക്കാനും ലാറ്റിൻ ലാംഗ്വേജ് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ആൻഡ് നമ്പർ ഓഫ് ബിൽഡിംഗ് പ്രോജക്ട്സ് വർ ഇനിഷ്യേറ്റഡ് അറ്റ് ദി ബിഹെസ്റ്റ് ഓഫ് അഗ്രിക്കോള. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ദ റോമൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ടൗൺസ് ഗെയിൻ ഫീച്ചേഴ്സ് ഓഫ് സിവിലൈസ്ഡ് ലൈഫ്. അപ്പോൾ ബ്രിട്ടനിൽ അങ്ങനെ ട്രൈബ്സ് ആയിരുന്നു അവിടെ, അവരൊക്കെ സിവിലൈസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങി, നേറ്റീവ് പോപ്പുലേഷനൊക്കെ തന്നെ. ആൻഡ് ഇൻ ദ വേ അഗ്രിക്കോള സ്റ്റാർട്ടഡ് ദ പ്രോസസ് ഓഫ് റോമനൈസേഷൻ ഓഫ് ദ ബ്രിട്ടൻസ്. അങ്ങനെ പതിയെ പതിയെ ബ്രിട്ടനെ റോമനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം. അപ്പോൾ അതിൽ ഒരു പരിധി വരെയൊക്കെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട്, ഇനിയും ഇത് കഴിഞ്ഞിട്ടില്ല റോമനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഇനി അത് മുഴുവൻ ചെയ്താൽ വീഡിയോ കുറച്ച് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.